എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയുടെ LPST നിയമന സാധ്യതകളാണ്. ഈ വർഷം നിലവിൽ വന്ന തിരുവനന്തപുരം LPST ലിസ്റ്റിൽ മുഖ്യ പട്ടികയിൽ 579 പേരും ഉപപട്ടികയിൽ 517 പേരും ഭിന്നശേഷി പട്ടികയിൽ 12 പേരടക്കം ആകെ റാങ്ക് പട്ടികയിലുള്ളവർ 1108 പേരാണ്. ഈ വീഡിയോയിലൂടെ 3 തരത്തിലുള്ള നിയമന സാധ്യതകളാണ് തിരുവനന്തപുരം ജില്ലയിൽ നോക്കിക്കാണുന്നത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് 300 ആളുകളെ എടുക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ്. ഈ 300 ആളുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഒരു വേഴ്സ്റ്റ് രീതിയിലുള്ള നിയമനം നടക്കുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിലുള്ള ഒരു നിയമനമാണ് തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്നതെങ്കിൽ ഉണ്ടായേക്കാവുന്ന സാധ്യതകൾ. കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിൽ നിയമനം ലഭിച്ചത് 537 ആളുകൾക്കാണ്. അങ്ങനെ 537 ആളുകൾക്ക് നിയമനം ലഭിക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് നിയമനം ലഭിക്കുക, ഏതൊക്കെ കാറ്റഗറിക്കാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് കയറും എന്നുള്ളതൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ സാധ്യതയായി നോക്കുന്നത്. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും നിയമനം ലഭിക്കുകയാണെങ്കിൽ. ഈ വർഷത്തെ മുഖ്യ പട്ടികയിൽ 579 പേരാണുള്ളത്. ഈ 579 പേർക്കും നിയമനം ലഭിക്കണമെങ്കിൽ 659 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ 659 ഒഴിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായി പരിശോധിക്കുന്നത്. നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള തിരുവനന്തപുരം ജില്ലയുടെ മോഡൽ റൊട്ടേഷൻ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സാധ്യതകൾ പരിശോധിക്കുന്നത്. ഇതിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, NCA, TPO, DA പെൻഡിംഗ് തുടങ്ങിയ നിയമനങ്ങൾ ആദ്യം നടന്നാൽ റൊട്ടേഷൻ ചാർട്ടിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാൽ വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഒന്നാമത്തെ സാധ്യതയായ 300 ആളുകളെയാണ് എടുക്കുന്നതെങ്കിൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ 300 ആളുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു മോശം രീതിയിലുള്ള നിയമനം നടക്കുകയാണെങ്കിൽ ഉണ്ടായേക്കാവുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നിയമന നില ഇങ്ങനെയായിരിക്കും. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 249 റാങ്കും, EBT 257 റാങ്കും, മുസ്ലിം 274, OBC 232, വിശ്വകർമ്മ 262, EWS 259, LC 276, ഹിന്ദു നാടാർ 309, SC സപ്ലി 7, ST സപ്ലി 6, ധീവര 285, SCC സപ്ലി 3, SIUC നാടാർ 247, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 3, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 2, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 1, ഡിഫറൻ്റ്ലി ഏബിൾ M ലിസ്റ്റിൽ ഇല്ല. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിലുള്ള ഒരു നിയമനമാണ് നടക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിൽ 537 നിയമനമാണ് നടന്നത്. അത്തരത്തിലുള്ള ഒരു നിയമനം നടന്നാൽ ഉണ്ടായേക്കാവുന്ന സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 474 റാങ്കും, EBT 470, മുസ്ലിം 471, OBC 468, വിശ്വകർമ്മ 499, EWS 472, LC 466, ഹിന്ദു നാടാർ 452, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 26, ST സപ്ലി 11, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, SCC സപ്ലിമെൻ്ററി 5, SIUC നാടാർ 422, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലിമെൻ്ററി 4, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലിമെൻ്ററി 1, ഡിഫറൻ്റ്ലി ഏബിൾ M ലിസ്റ്റിൽ ഇല്ല. ഒന്നാമത്തെ സാധ്യതയായ ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും നിയമനം ലഭിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ മെയിൻ ലിസ്റ്റിലെ 579 പേർക്കും നിയമനം ലഭിക്കണമെങ്കിൽ 659 വേക്കൻസീസ് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു വേക്കൻസി ഉണ്ടായാലുള്ള നിയമന സാധ്യതകളാണ് നമ്മൾ മൂന്നാമതായി പരിശോധിക്കുന്നത്. അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 577 റാങ്കും, EBT സപ്ലി 3, മുസ്ലിം 573, OBC സപ്ലി 1, വിശ്വകർമ്മ സപ്ലി 1, EWS സപ്ലി 1, LC സപ്ലി 3, ഹിന്ദു നാടാർ സപ്ലി 1, SC സപ്ലി 36, ST സപ്ലി 13, ധീവര സപ്ലി 3, SCC സപ്ലി 6, SIUC നാടാർ 530, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 6, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 5, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 1, ഡിഫറൻ്റ്ലി ഏബിൾ M ലിസ്റ്റിൽ ഇല്ല. കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരം LP റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് 425 പേരാണ്. ആ വർഷം ആകെ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നത് 796 പേരാണ്. 796 പേരുണ്ടായിരുന്ന ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും 537 പേർക്ക് കഴിഞ്ഞ വർഷം നിയമനം ലഭിച്ചിട്ടുണ്ട്. നിയമനം ലഭിച്ച 537 പേരിൽ ഓപ്പൺ കാറ്റഗറി പോയിരിക്കുന്നത് 396 റാങ്ക് വരെയാണ്.
മെയിൻ ലിസ്റ്റിൽ ആകെ ഉണ്ടായിരുന്നത് 425 ആളുകളാണ്. കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരം ജില്ലയുടെ LPST നിയമനങ്ങൾ നടന്നത് നോക്കുകയാണെങ്കിൽ 425 പേരുള്ള മെയിൻ ലിസ്റ്റിൽ നിന്നും മെയിൻ ലിസ്റ്റിലെ 396-ാമത്തെ ആൾക്ക് വരെ നിയമനം ലഭിച്ചിട്ടുണ്ട്. ഒരു 29 പേരെ കൂടി എടുക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റ് പൂർണ്ണമായും കഴിയുമായിരുന്നു. കഴിഞ്ഞ ലിസ്റ്റിൽ നിയമനം കുറഞ്ഞ ജില്ലകളിൽ ഈ പ്രാവശ്യം PSC LP ലിസ്റ്റുകൾ വളരെ ചുരുക്കിയാണ് ഇട്ടിട്ടുള്ളത്. എന്നാൽ നല്ല രീതിയിൽ നിയമനം നടന്ന ജില്ലകളിലാണെങ്കിൽ ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടിയ ജില്ലകളിൽ ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല, മറ്റൊരു ജില്ല മലപ്പുറം ജില്ലയാണ്. കഴിഞ്ഞ വർഷം 425 പേരുണ്ടായിരുന്ന മെയിൻ ലിസ്റ്റിൽ ഈ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 579 പേരെയാണ്. ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടിയ ജില്ലകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ജില്ലകളിലെല്ലാം കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ നിയമനം നടന്ന ജില്ലകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്രാവശ്യവും നല്ല രീതിയിലുള്ള നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ഇതിനു മുൻപത്തെ തിരുവനന്തപുരം LP ലിസ്റ്റ് നിലവിൽ വന്നത് 2022 മെയ് 31-നാണ്. ജൂലൈയിൽ തന്നെ ഫസ്റ്റ് അപ്ഡേറ്റ്സും പോയിട്ടുണ്ട്. നല്ല രീതിയിൽ NJD വേക്കൻസി കിട്ടിയ ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം ജില്ല. കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയ്ക്ക് കിട്ടിയത് 80 പേരുടെ NJD ആണ്. വർഷത്തെ പോലെ നല്ല രീതിയിലുള്ള ഒരു നിയമനം തിരുവനന്തപുരം ജില്ലയിൽ നടക്കണമെങ്കിൽ LP ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ എല്ലാവരും സ്കൂളുകളിൽ വരുന്ന ഡിവിഷൻ ഫാൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. ഡിവിഷൻ ഫാൾ കുറച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു നിയമനം തിരുവനന്തപുരം ജില്ലയിലും നടക്കാൻ സാധ്യതയുള്ളൂ.